വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നൊരു ടെക്നിക്കാണ് പഠിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? അപ്പം നമ്മൾ PCR പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു ലബോറട്ടറി ടെക്നിക്കാണ് അല്ലേ. ഇതും ഒരു ലബോറട്ടറി ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? DNA, RNA അല്ലെങ്കിൽ പ്രോട്ടീൻ ഇവയുടെ സെപ്പറേഷന് വേണ്ടിയിട്ട്. എന്തിൻ്റെ ബേസിലായിരിക്കും സെപ്പറേഷൻ നടത്തുക? അവരുടെ സൈസ്, അവരുടെ ചാർജ്. കാരണം ഇവിടെ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. നമ്മളൊരു ഇലക്ട്രിസിറ്റി അവർക്ക് അപ്ലൈ ചെയ്യും. അവയെ ഒരു മെട്രിക്സിൽ നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അവ മൂവ് ചെയ്യും. അത് സൈസിൻ്റെയും അവരുടെ ചാർജിൻ്റെയും ബേസിലായിരിക്കും. ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെക്നിക്ക്. DNA, RNA അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ പിന്നിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു സെപ്പറേഷൻ പ്രിൻസിപ്പിൾ. എന്തിൻ്റെ ബേസിലാണ് ഈ ഒരു സെപ്പറേഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ മോളിക്യൂൾസ് ജെൽ മെട്രിക്സ്, നമ്മളൊരു മെട്രിക്സിലാണ് ഈ ഒരു DNA അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ RNA ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു DNA മോളിക്യൂൾസ് ആണെങ്കിൽ അവ ജെൽ മെട്രിക്സിലൂടെ ഇലക്ട്രിസിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പം ലാർജർ മോളിക്യൂൾസ് കുറച്ച് ദൂരം മാത്രമേ പോകുള്ളൂ. പക്ഷേ സ്മോളർ മോളിക്യൂൾസ്, വെയിറ്റ് കുറഞ്ഞ മോളിക്യൂൾസ് ആണെങ്കിൽ കുറേ ദൂരം പോകും. അത് വെച്ചിട്ടാണ് സെപ്പറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ജെൽ മെട്രിക്സ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ജെൽ ഇലക്ട്രോഫോറസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഇതാണ് മൊത്തത്തിൽ. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ സപ്ലയർ കൊടുക്കുന്നുണ്ട്. ആ പവർ സപ്ലയറിൻ്റെ വയർ ഒന്ന് പോസിറ്റീവ് എൻഡിലും ഒന്ന് നെഗറ്റീവ് എൻഡിലുമാണ് നമ്മൾ കുത്തുന്നത്. പിന്നെ എന്താ, അവിടെ ഒരു സാമ്പിൾ വെല്ല് എഴുതിയിട്ടുണ്ടാവും കണ്ടോ. ഇതാണ് സാമ്പിൾ വെല്ല്. ഇതാ ഈ ഒരു പിക്ചറിൽ നോക്കി, ഇതാണ് സാമ്പിൾ വെല്ല്. മറ്റേതൊക്കെ മായ്ച്ചളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് സാമ്പിൾ വെല്ല്. ഈ ഒരു സാമ്പിൾ വെല്ലിലേക്കാണ് നമ്മൾ DNA അല്ലെങ്കിൽ RNA ഏത് സാമ്പിളാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സാമ്പിളിനെ ഇതിലേക്കാണ് നമ്മൾ പിപ്പറ്റ് ഔട്ട്, ആ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ അതെന്താ കുറച്ച് ഫ്ലോട്ട് ആകാണ്ട് കുറച്ച് താഴ്ന്ന രീതിയിൽ, മുങ്ങാൻ വേണ്ടി പാടില്ല, ആ ഒരു രീതിയിൽ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യും. ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പം ഈ DNA എന്തൊക്കെയോ ആ ഒരു ചാർജിൻ്റെ ബേസിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഈ ഒരു നെഗറ്റീവ് കാത്തോഡിൽ നിന്ന് പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. എന്തുകൊണ്ടായിരിക്കും? അത് നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ പോസിറ്റീവ് ചാർജിലേക്ക് എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജിലേക്കാണ് അവ അട്രാക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പം ഈ ഫസ്റ്റ് പൊസിഷനിൽ കണ്ട ഈ ഒരു ഫസ്റ്റ് ലെയറുള്ള ബാൻഡ് അതായിരിക്കും ആ ഒരു ലാർജർ ആയിട്ടുള്ളത് കുറച്ച് ദൂരം മാത്രമേ പോവുള്ളൂ. പക്ഷേങ്കിൽ സ്മോളർ ആയിട്ടുള്ളത് കുറേ ദൂരം പോകും. അതായത് ഇവിടെ ഷോർട്ടർ ബാൻഡ്, ലോങ്ങർ ബാൻഡ് അങ്ങനെയാണ് ഉണ്ടാവുക. കാത്തോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കും DNA ഫ്രാഗ്മെൻറ്റ്സ് മൂവ് ചെയ്യുന്നത്. സാമ്പിൾ വെല്ല് നമ്മൾ കൊടുത്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യും. ഈ ഒരു സാധനം കണ്ടോ, ഇതിനാണ് നമ്മൾ പിപ്പറ്റ് എന്ന് പറയാം. ഈ ഒരു പിപ്പറ്റാണ് നമ്മൾ DNAനെയോ അല്ലെങ്കിൽ RNAനെയോ പ്രോട്ടീനെയോ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം നമ്മൾ ജെൽ പ്രിപ്പയർ ചെയ്യണം. അതായത് ഈ ഒരു മെട്രിക്സ് DNA ഒക്കെ ഇടുന്നതിന് മുന്നേ ഏതിലേക്കാണോ നമ്മൾ ലോഡ് ചെയ്യേണ്ടത്, DNA ലോഡ് ചെയ്യേണ്ടത്, അതൊരു ജെല്ല് പോലെയുള്ള ഒരു മെട്രിക്സ് ആണ്, ഒരു ജെല്ല് പോലെയുള്ള സാധനമാണ്. അത് പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ DNA ആണ് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അഗാറോസ് ജെല്ലാണ് യൂസ് ചെയ്യുക. പക്ഷേങ്കിൽ നമ്മൾ പ്രോട്ടീന് അല്ലെങ്കിൽ സ്മോളർ DNA ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ പോളി അക്രിലമൈഡ് ജെല്ലാണ് യൂസ് ചെയ്യുക. രണ്ടിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ജെല്ല് നമ്മൾ ഉണ്ടാക്കണം. ഇനി എങ്ങനെയാണ് ഈ ജെല്ല് ഉണ്ടാക്കുക? അപ്പോൾ നമ്മൾ DNA ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അഗാറോസ് ജെല്ല് എടുത്തിട്ട് നമ്മളൊരു ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കും. ഈ ഒരു അഗാറോസ് ജെല്ല് ഡിസോൾവ് ചെയ്യാൻ ആകുന്ന തരത്തിലുള്ളൊരു ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കി. ആ ഒരു ബഫർ സൊല്യൂഷനിലേക്ക് 1 by 1 ആയിട്ട് കുറേശ്ശെ ഒറ്റിച്ച് മിക്സ് ആക്കുക. ആ മിക്സ് ആക്കുന്ന സമയത്ത് നമ്മളൊരു ഡൈ, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഡൈയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് സമയം സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി വെക്കുക. സോൾഡിഫൈ ഒക്കെ കഴിഞ്ഞാൽ നല്ല ജെല്ല് പോലെയുള്ളൊരു മെട്രിക്സ്, ഇതേപോലെ ജെല്ല് പോലെയുള്ളൊരു മെട്രിക്സ് നമുക്ക് കിട്ടും.
ഓക്കെ. രണ്ടാമത്തത് സാമ്പിൾ പ്രിപ്പറേഷനാണ്. ഇപ്പോൾ DNA ആണ്, പ്രോട്ടീനാണ്, ഏതും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ DNA വെച്ച് പറയാം. DNA ആണ് എടുക്കേണ്ടതെങ്കിൽ ആ ഒരു DNA സാമ്പിൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുത്തുല്ലോ. ആ ഒരു സാമ്പിളിനെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിച്ച ബഫർ ഉണ്ടാവുമല്ലോ, അതേ ബഫറിൽ തന്നെ ഈ സാമ്പിളിനെയും ആഡ് ചെയ്യണം. അന്നേരം കൂടെ ലോഡിങ് ഡൈയും കൂടി ആഡ് ചെയ്യണം. എന്തിനായി ലോഡിങ് ഡൈ ഒക്കെ ആഡ് ചെയ്യുന്നത്? അധികമായിട്ടും ബ്രോമോഫിനോൾ ബ്ലൂ ഒക്കെയാണ് ആഡ് ചെയ്യുക. നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ച് ബാൻഡ് ഫോർമേഷൻ നടത്തുമ്പം കളറിങ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല വിഷ്വലൈസേഷൻ എബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഡിങ് ഡൈ ആഡ് ചെയ്യുന്നത്. ബ്രോമോഫിനോൾ ബ്ലൂ ആണ് അധികം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രോമോഫിനോൾ ബ്ലൂ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സാമ്പിൾ, നമ്മൾ DNA സാമ്പിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി എന്നാ ലോഡിങ് ദ ജെല്ല്. ആ ജെല്ല് നമ്മൾ ഉണ്ടാക്കി വെച്ച ജെല്ല് ആ ഒരു ഫോറോസിസ് ചാമ്പറില്ലേ, ഇത് ഈ ഒരു ഇലക്ട്രോഫോറസിക്സ് ചാമ്പറിലേക്ക്, ഈ ഒരു അപ്പാരറ്റസിലേക്ക് നമ്മൾ എടുത്തു വെച്ചു. ഓക്കെ, എടുത്തു വെച്ചതിന് ശേഷം നമ്മൾക്ക് ആ ഒരു പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച DNA പതിയെ ഓരോ വെല്ലിലും, ഇവിടെ ഇങ്ങനെയാണൊരു ജെൽ മെട്രിക്സ് എങ്കിൽ ഇവിടെ ഇങ്ങനെ ഓരോ വെല്ലുണ്ടാവുമല്ലോ, ആ ഓരോ വെല്ലിലും നമ്മൾ ഓരോ DNA സാമ്പിൾ ഇങ്ങനെ പിപ്പറ്റ് വെച്ചിട്ട് സൂക്ഷിച്ച് കെയർഫുള്ളി നമ്മളത് ലോഡ് ചെയ്യണം. നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ഈ ഒരു അപ്പാരറ്റസിലേക്ക് ഈ ഒരു മെട്രിക്സ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബഫർ കുറച്ച് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിക്കണം. അങ്ങനെ ഒഴിക്കണം എന്നാണ് പറയുക. ഓക്കെ, അപ്പം ജെല്ല് നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം അതിൽ സാമ്പിളും ലോഡ് ചെയ്തു. ആ ഒരു വെല്ലിൽ സാമ്പിളും ലോഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ജെല്ല് വർക്ക് ചെയ്യിക്കണമെങ്കിൽ എന്തായാലും അവിടെ പവർ സപ്ലൈ, വോൾട്ടേജ് കൊടുക്കണം. വോൾട്ടേജ് കൊടുക്കുമ്പം ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ അളവിനനുസരിച്ചിട്ട് ഇവിടെ കുറേ ബാൻഡ്സ് ഇങ്ങനെ ഉണ്ടാകും. ഓരോ ലെങ്ത്തിനനുസരിച്ചിട്ട് ബാൻഡ് ഉണ്ടാകും. സ്മോളർ ബാൻഡ് ഇങ്ങോട്ട് വരും. അപ്പോൾ ലാർജർ ആയിട്ടുള്ള ബാൻഡ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും. ഓക്കെ, ഇത് നെഗറ്റീവായിരിക്കും, ഇത് പോസിറ്റീവായിരിക്കും കേട്ടോ. ലാസ്റ്റ് വിഷ്വലൈസേഷനാണ്. അപ്പോൾ നമുക്ക് ബാൻഡൊക്കെ കിട്ടി. ബാൻഡ് കിട്ടിയതിന് ശേഷം സ്റ്റെയിൻ ദ ജെൽ വിത്ത്, നമ്മൾ ബ്രോമോഫിനോൾ ബ്ലൂ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻസിനെ വിഷ്വലൈസ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ DNA ആണെങ്കിൽ എത്തിഡിയം ബ്രോമൈഡ് അല്ലെങ്കിൽ പൂമാസി ബ്ലൂ, പ്രോട്ടീന് പൂമാസി ബ്ലൂ എന്നുള്ള ഒരു ഡൈ വെച്ചിട്ടാണ് ആ ജെല്ലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക, ജെല്ലിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ടു വ്യൂ സ്റ്റെയിൻഡ് ബാൻഡ്. ഇനി നമ്മൾ ബാൻഡ് ഓൾറെഡി നമ്മൾ ബ്രോമോഫിനോൾ ബ്ലൂ വെച്ചിട്ട് DNA ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൈ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഡൈയുടെ പ്രസൻസിൽ നമ്മൾ DNAക്കാണെങ്കിൽ UV ലൈറ്റ് കൊടുക്കുമ്പോൾ അവിടെ കുറേ കളറിൽ ബാൻഡ്സ് വരും. ഇനി പ്രോട്ടീൻസ് ആണെങ്കിൽ സാധാരണ സ്റ്റാൻഡേർഡ് ലൈറ്റ് സോഴ്സ് കൊടുത്താൽ മതി. അതിനുശേഷം സാമ്പിളിനെ നമ്മൾ കമ്പയർ ചെയ്യുക, സൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, ജെല്ല് സ്റ്റെയിൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ ആ ഒരു എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ആ ഒരു DNA ആണെങ്കിൽ എത്തിഡിയം ബ്രോമൈഡ് നമ്മൾ ജെല്ല് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് മിക്സ് ആക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ DNA സാമ്പിൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ബ്രോമോഫിനോൾ ബ്ലൂ പോലുള്ള ആ ഒരു സാമ്പിൾ, ആ ഒരു ഡൈയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.